പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ് തുടങ്ങാം. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ ഏറ്റവും മഹത്വകരമായ ക്രിയേഷനാണ് മനുഷ്യവർഗം എന്നുള്ളത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ എല്ലാം ദൈവത്തിന്റെ വാക്കുകൊണ്ടാണ് ഉളവാക്കിയത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു, ഉണ്ടാകും. മനുഷ്യനെ മാത്രം നിലത്തെ മണ്ണെടുത്ത് ദൈവം ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ ക്രിയേഷൻ. സൃഷ്ടിപ്പിലെ കിരീടമാണ് മനുഷ്യൻ, ക്രൗൺ ഓഫ് ക്രിയേഷൻ. പിന്നെ നമ്മള് അത് മനസ്സിലാക്കുക, ദൈവ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠം. സെക്കൻഡ് വൺ, മനുഷ്യനിൽ കാണുന്ന ശ്രേഷ്ഠതകളും മനുഷ്യന്റെ ഘടകങ്ങൾ, അതായത് ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇത് പിന്നെ ആന്ത്രോപോളജി പഠിക്കണം. പിന്നെ ആദിമ മനുഷ്യൻ, ആഡം ആൻഡ് ഈവ്, ആദാമിന്റെ ആദ്യ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ സിൻ ആൻഡ് കോൺസിക്വൻസ്, പാപവും അനന്തര ഫലവും. ഇതാണ് നമ്മൾ ആന്ത്രോപോളജിയിൽ പഠിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് ഹമാർട്ടിയോളജി, പാപശാസ്ത്രം. വാട്ട് ഈസ് സിൻ? പാപം എന്ത്? പാപം എന്നാൽ എന്തെന്നറിയാമോ? എന്താണ് പാപം? ദൈവിക പ്രമാണത്തിനെതിരായിട്ടുള്ള എല്ലാം പാപം. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമല്ല പാപം. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചു. എന്താണ് പാപം? ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും, ദൈവം ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നതും. ദൈവം ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും, അതാണ് പാപം. ആദ്യത്തെ പാപം അനുസരണക്കേട്, ഡിസോബീഡിയൻസ്. ആ ഡെഫിനിഷൻ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഒരാൾക്ക്? ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാകും. അതെ, അതാണ് പാപം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പാപശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് എപ്രകാരമാണ് കുടുംബത്തിൽ പാപം പ്രവേശിച്ചത്, അല്ലെങ്കിൽ മനുഷ്യരിൽ എങ്ങനെയാണ് പാപം പ്രവേശിച്ചത്. ഹൗ സിൻ എൻറ്റേർഡ് ഇൻ ദ ഫാമിലി. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം. ഏതാണ്? ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും, ദൈവം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. പിന്നെ ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട് പാപശാസ്ത്രത്തിനകത്ത്. നമുക്കറിയാം, ദൈവത്തോട് പറയുന്ന ആരോട് മനുഷ്യനോട് കാണിച്ചാൽ ക്ഷമിക്കാം, ദൈവത്തോട് പറഞ്ഞാൽ ക്ഷമിക്കാം. പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന പാപം ഒരിക്കലും ദൈവം എന്ത് ചെയ്തില്ല, ക്ഷമിക്കുകയല്ല. അതൊക്കെ പിന്നെ പഠിക്കാം. 11th വൺ, രക്ഷാശാസ്ത്രം അല്ലെങ്കിൽ സൊറ്റീരിയോളജി. രക്ഷാശാസ്ത്രം.
23-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഇതൊന്നും പഠിക്കണമെന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി. പക്ഷേ സിസ്റ്റമാറ്റിക്കലായിട്ട് പ്രസംഗിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും വചനം അറിയണമെങ്കിലും ബൈബിൾ ശരിക്കും പഠിക്കണം. മനസ്സിലായോ? അന്നേരം എന്താണ് രക്ഷാശാസ്ത്രം? യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം മൂലം മനുഷ്യവർഗത്തിന് സൗജന്യമായി ലഭിച്ചിട്ടുള്ള രക്ഷയെ വിപുലമായി പഠിക്കുന്നതാണ് ഈ ശാസ്ത്രം. യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം മൂലം മനുഷ്യവർഗത്തിന് സൗജന്യമായി ലഭിച്ചിട്ടുള്ള രക്ഷയെ വിപുലമായി പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ എൻലാർജ് ചെയ്ത് പഠിക്കുന്നതാണ് ഈ ശാസ്ത്രം. സൗജന്യമായി ലഭിച്ചിട്ടുള്ള രക്ഷയെ വിപുലമായി പഠിക്കുക, അല്ലെങ്കിൽ വിശദീകരിച്ച് പഠിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഒന്ന്, മാനസാന്തരം. രക്ഷാശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസാന്തരം, അല്ലെങ്കിൽ റിപ്പന്റൻസ്. സെക്കൻഡ് വൺ, റീബർത്ത്, വീണ്ടും ജനനം. തേർഡ് വൺ, ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ. നാല്, റിഡംഷൻ, വീണ്ടെടുപ്പ്. 5, ഫെയ്ത്ത്, വിശ്വാസം. 6, റൈച്ചസ്നെസ്, നീതി. 7, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. 8, അഡോപ്ഷൻ, ദത്തെടുപ്പ്. നമ്മളെ ദൈവം ദത്തെടുത്തതാകട്ടോ. എഫീസ്യൻ നമുക്ക് പഠിക്കണം. വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ദൈവം ദത്തെടുത്ത. ലാസ്റ്റ് വൺ, ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. അടുത്തത് സഭാശാസ്ത്രം, എക്ലിഷിയോളജി. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. സഭാശാസ്ത്രത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെടുന്നവര് ഒരു പുതിയ സമൂഹത്തിന്റെ അംഗങ്ങളാകുന്നു. അവരൊരു ന്യൂ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. സേവ്ഡ് പീപ്പിൾ വിൽ കം ഇൻ ദ ന്യൂ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഈ സഭാശാസ്ത്രത്തിനകത്ത് സഭയുടെ നിർവചനം നമുക്ക് പഠിക്കാനുണ്ട്. ഡെഫിനിഷൻ ഓഫ് ദി ചർച്ച്. സഭയുടെ പേരുകൾ പഠിക്കാനുണ്ട്. സഭയുടെ ഭരണത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സഭാ സംഘടനകൾ, ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്.
ഇനി അടുത്തത് ധർമ്മബോധന ശാസ്ത്രം, ഡിയോണ്ടോളജി. ധർമ്മബോധന ശാസ്ത്രം. ദൈവം മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ കൽപ്പന തുടങ്ങി പിന്നെ ലഭിക്കുന്ന 10 കൽപ്പനകൾ, അതിന്റെ കമാൻഡ്മെന്റ്സ്, പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സർമൺ ഓൺ ദ മൗണ്ട്, പിന്നെ യാക്കോബിന്റെ ധർമ്മബോധന ശാസ്ത്രം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. DEONTOLOGY, ഡിയോണ്ടോളജി. അതായത് യഹോവയായ ദൈവം നൽകിയ പ്രമാണങ്ങൾ, ക്രിസ്തു നൽകിയ പ്രമാണങ്ങൾ, ലേഖനങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ക്രോഡീകരിച്ച് പ്രമാണങ്ങൾ എടുത്ത് ഒരു മനുഷ്യനെ ഉത്തമ ക്രിസ്ത്യാനിയാക്കി തീർക്കുക, അല്ലെങ്കിൽ ടു പ്രസന്റ് പെർഫെക്റ്റ് എവരി മാൻ ഇൻ ക്രൈസ്റ്റ്, ഒരു ഉത്തമ ക്രിസ്ത്യാനിയാക്കുക. അതാണ് ഈ ധർമ്മബോധന ശാസ്ത്രത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേറൊരു പേരുണ്ട്, ക്രിസ്ത്യൻ മോറൽസ് ആൻഡ് എത്തിക്സ്, ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പ്രമാണം ദൈവത്തോടെ, ദൈവത്തോടെ, പിന്നെ 2 സ്വന്തം വ്യക്തിത്വത്തോടെ, 3 സഹജീവികളോട്, മറ്റുള്ളവരോട് നമ്മുടെ മനസ്സാക്ഷിയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കും. നമുക്ക് ദൈവത്തോട് എങ്ങനെയാണ് നമ്മുടെ മനസ്സാക്ഷി? നമ്മുടെ മനസ്സാക്ഷിയോട്. ചിലപ്പോൾ നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ മനസ്സാക്ഷി പറയുന്നത് തെറ്റാണ്, ചെയ്യല്ലെന്ന് പറയും, എങ്കിലും ചെയ്യും. എന്തുകൊണ്ടാ? കോൺഷ്യസ്നസ് ഹാസ് നോ പവർ. മനസ്സാക്ഷിക്ക് ശക്തിയില്ല, അത് റിമൈൻഡ് ചെയ്യും. ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തത്തില്ല. അന്നേരം ദൈവത്തോടും നമ്മോടും മറ്റുള്ളവരോടുമുള്ള മനസാക്ഷി ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ ധർമ്മബോധന ശാസ്ത്രം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ലാസ്റ്റ് വൺ, എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണിത്. എന്താണ് ഈ അന്ത്യകാല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ ഈവൻസ്, ദ തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം സ്ഥാപിക്കുന്നതിന് യുഗപരമായി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ പരമ്പരയാണ് എസ്കറ്റോളജി അല്ലെങ്കിൽ അന്ത്യകാല ശാസ്ത്രം. എന്നൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം സ്ഥാപിക്കുന്നതിന്, എഴുതിയോ? ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം സ്ഥാപിക്കുന്നതിന് യുഗപരമായി ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവ പരമ്പരയാണ് അന്ത്യകാല ശാസ്ത്രം. ഞാനൊരു 13 കാര്യങ്ങൾ പറയാം. ഒത്തിരി ഉണ്ട്, പക്ഷെ ഒരു 13 കാര്യങ്ങൾ അതിന്റെ അടിയിൽ നിങ്ങൾ എഴുതി വെച്ചു. ഒന്ന്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം.
എല്ലാ മനുഷ്യരും മരിക്കും അല്ലേ? മരണം കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഉണ്ട്. ലൈഫ് ആഫ്റ്റർ ദ ഡെത്ത്, മരണാനന്തര ജീവിതം. അത് അന്ത്യകാല ശാസ്ത്രത്തിലുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് വൺ, ജീസസ് കമ്മിങ്, യേശു വരുമെന്നുള്ളത് അന്ത്യകാല ശാസ്ത്രമാണ്. 3, മരിച്ചവരുടെ ഉയർപ്പ്. നീതിമാന് ഉയർക്കും, ദുഷ്ടന് ഉയർക്കും. രണ്ടും രണ്ട് സന്ദർഭങ്ങളിലാണെന്നേ ഉള്ളൂ. കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കും. അന്നേരം മരിച്ചവരുടെ ഉയർപ്പ് അത് അന്ത്യകാല ശാസ്ത്രമാണ്. അടുത്ത ഗ്രേറ്റ് റെവല്യൂഷൻ, മഹോപദ്രവ കാലം. മഹോപദ്രവ കാലം അത് സഭ എടുക്കപ്പെട്ടതിനു ശേഷം എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ 7 വർഷം, 7 years, 7 വർഷം ഇവിടെ ഭരിക്കും. പിന്നെ ന്യായവിധികള്, പല നിലകളിലുള്ള ന്യായവിധികൾ അന്ത്യകാലത്ത് നടക്കും. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലാണ് മെയിനായിട്ട് ന്യായവിധികൾ നടക്കുന്നത്. പിന്നെ ഹർമഗദോൻ യുദ്ധം. ഈ ഹർമഗദോൻ യുദ്ധത്തിന് തൊട്ടു മുമ്പ് യേശു തമ്പുരാൻ വിശുദ്ധന്മാരുമായി ഒലുമലയിലേക്ക് വരും. പിന്നെ 1000 ആണ്ട് വാഴ്ച. പിന്നെ ഗോഗ് മാഗോഗ് യുദ്ധം. അതാണല്ലോ ലോകത്തിലെ അവസാനത്തെ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അടുത്തത് ന്യൂ എർത്ത് ആൻഡ് ന്യൂ ഹെവൻ, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അടുത്ത ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം. അടുത്തത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിയാണ് വെള്ള സിംഹാസനത്തിന് മുമ്പിലുള്ള ന്യായവിധി, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ലാസ്റ്റ് വൺ, എറ്റേണിറ്റി, നിത്യത. അന്നേരം അന്ത്യകാല ശാസ്ത്രത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ബ്ലെസ്സിങ് അല്ലേ? ദൈവം സഹായിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ടൈം ടേബിളിൽ ഇട്ട പ്രകാരം എന്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണ്. ഞാനൊരു ഇൻട്രഡക്ഷൻ തന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എക്ലീഷിയോളജി, ക്രിസ്തീയ സഭാശാസ്ത്രം, അതാണ് നമ്മൾ ഈ സെമസ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ആയിരത്തി 1982 കണക്കനുസരിച്ച് ലോകത്തിൽ 1900 ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഡിനോമിനേഷൻ 1982 കണക്കനുസരിച്ച്. ഏതാണ്ട് 10 വർഷം പിന്നിട്ടപ്പോ 1991 വരുമ്പോ ആ ഡിനോമിനേഷൻ ഏതാണ്ട് 20,000 ഞാൻ ഇന്നലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ
ഈ 2025 ഈ ഇപ്പോൾ ഏതാണ്ട് 45,000-ത്തിലധികം സഭാ വിഭാഗങ്ങൾ, ലോക്കൽ ചർച്ചുകളല്ല, 45,000-ത്തിലധികം സഭാ വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഓരോ ഡിനോമിനേഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം ട്രൂ ചർച്ചാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഒരേ ദൈവത്തിന്റെ പേരിൽ, ഒരേ രക്ഷകന്റെ പേരിൽ ഇത്രയേറെ ക്രൈസ്തവ സംഘടനകൾ വരാൻ കാരണം അതൊന്നുകൂടെ പറയാം സാറേ. ഒരേ ദൈവത്തിന്റെ പേരിൽ, ഒരേ രക്ഷകന്റെ പേരിൽ ഇത്രയേറെ ക്രൈസ്തവ സംഘടനകൾ വരാൻ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ ദൈവത്തിൽ നിന്നുള്ള അറിവ്, ഇതെല്ലാം വ്യത്യസ്തമായത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമാകുമ്പോൾ അവർക്ക് കിട്ടിയ നിലവാരം അനുസരിച്ച് അവരൊരു സംഘടന അങ്ങ് തുടങ്ങും. കാരണം എന്ന് പറഞ്ഞു ബാക്കിയൊന്നും പറയാം. എന്തോ ദൈവിക സംഘടനകൾ വരാൻ കാരണം എന്ന് കഴിഞ്ഞ് ബാക്കി. കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിൽ നിന്നുള്ള അറിവും വ്യത്യസ്തമായി മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ബൈബിൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ? ചിലർ പറയത്തില്ലേ ബൈബിളിനല്ല പ്രാധാന്യം, സഭയ്ക്കാണ് പ്രാധാന്യം. കേട്ടിട്ടില്ലേ? ബൈബിളിനല്ല പാരമ്പര്യത്തിനാണ് പ്രാധാന്യം. എന്നിട്ട് അവര് സഭയെ ഉണ്ടാക്കുക. അപ്പോക്രിഫ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോക്രിഫ ഒന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കാത്തതിന് കാരണം അപ്പോക്രിഫ ദൈവവിശ്വാസ്യമായ ബുക്കല്ല, പുസ്തകങ്ങളല്ല. തോബിത്ത്, ജൂദിത്ത്, ബാരൂക്ക്, എന്തുവാ സോങ് ഓഫ് 3 ഹോളി ചിൽഡ്രൻ, സൂസന്ന, ബേലാൻഡ് ഡ്രാഗൺ, മനശ്ശയുടെ പ്രാർത്ഥന, ഇങ്ങനെ ഒരു 12 മക്കാബിയർ, ഇങ്ങനെ ഒരു 12 പുസ്തകം കത്തോലിക്ക ബൈബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാന്നിരിക്കട്ടെ, നിങ്ങളുടെ ബൈബിളിൽ 66 പുസ്തകമേ ഉള്ളൂ, ഞങ്ങളുടെ ബൈബിളിൽ 72 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? എന്തുകൊണ്ട് അത് ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ മറുപടി പറയുന്നു? എന്ത് പറയും മറുപടി? അപ്പോക്രിഫ നമ്മൾ അംഗീകരിക്കുന്നില്ല. അല്ല, ദൈവശാസ്ത്രീയമല്ലെന്ന് പറയും. നമ്മൾ അംഗീകരിക്കില്ലെന്ന് പറയുമ്പോൾ അതിന് എന്താകുന്നില്ല? നമ്മൾ അംഗീകരിക്കുന്നത് അന്നേരം അവർ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ദൈവവചനത്തിന്റെ കുറച്ച് ഭാഗം അംഗീകരിക്കുന്നു, കുറച്ച് ഭാഗം അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ കാനനീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവിടെയുള്ള പുസ്തകങ്ങൾ കാനനീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ അവിടെയുള്ള പുസ്തകങ്ങളെ പറഞ്ഞോ വി പി പാസ്റ്ററെ? അവിടെയുള്ള പുസ്തകങ്ങൾ കാനനീകരിച്ചിട്ടില്ല, അതുകൊണ്ടാ. സത്യമാണ്. യഹൂദ കാനോൻ ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. ഒന്ന്, അത് മാത്രമല്ല ഈ പുസ്തകങ്ങളൊന്നും എബ്രായ ഭാഷയിലേ അല്ല എഴുതിയത്. അവിടെ ഒരു വിഷയം കിടപ്പുണ്ട്. പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയത്, പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയത്. പക്ഷെ ഇതൊന്നുമല്ല ആധികാരികമായ കാരണം.
അപ്പോക്രിഫ അംഗീകരിക്കാത്തതിന്റെ കാരണം യേശു തമ്പുരാൻ ഒരു ചെറിയ വാക്യം പോലും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടില്ല, കോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. യേശു തമ്പുരാൻ ഒരുപാട് ബൈബിൾ കോട്ടിങ് പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും ഈ 12 പുസ്തകത്തിൽ നിന്ന് ചെയ്തിട്ടില്ല. പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അവരോട് പറയണ യേശു തമ്പുരാൻ ഏതെങ്കിലും ഒരു കുഞ്ഞു വാക്യം അപ്പോക്രിഫയിൽ നിന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. 1. 2, ലേഖനങ്ങളിൽ ഒരു ഭാഗത്തും അപ്പോക്രിഫ എന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ചെറിയ വാക്യം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ റോമാലേഖനമൊക്കെ ഇത് വായിച്ചു നോക്കി, എത്ര ഉദ്ധരണികളാണ് അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നത്. അനേക ദൈവദാസന്മാർ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം നിങ്ങൾ നോക്കിയേ, ലേവ്യ പുസ്തകത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് എബ്രായ ലേഖനം, റോമാലേഖനം, ഗലാത്യ ലേഖനം, യൂദർ ലേഖനം. ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്ന് അപ്പോസ്തലന്മാർ ഒരു കാര്യം പോലും എഴുതിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ യേശുവും അപ്പോസ്തലന്മാരും അംഗീകരിക്കാത്ത ഗ്രന്ഥങ്ങൾ നമുക്ക് വേണ്ട. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു അംഗീകരിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും അംഗീകരിച്ചിട്ടില്ല. നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത്? യേശുവിനെ ഫോളോ ചെയ്യുന്നു, അപ്പോസ്തലന്മാരെ ഫോളോ ചെയ്യുന്നു. അവർക്ക് വേണ്ടാത്ത എന്തിനാ നമുക്ക്? അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ യഹൂദ കാനോൻ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ഭയങ്കര രസമാ. ചതിക്കാനുള്ള പ്രവണത അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ മക്കാബിർ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അവനവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അവന് തക്കോണം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ മക്കാബി പുസ്തകം ഇത് വെച്ച് കോൺട്രഡിക്ടറി ആവും. ഇത് അംഗീകരിക്കാൻ പറ്റാതെ വരും. മനസ്സിലായോ? ബൈബിൾ ഒരിക്കലും കോൺട്രഡിക്ടറി അല്ല. അതുകൊണ്ടാണ് ദൈവവിശ്വാസ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഒരു ചെറിയ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അന്നേരം ദൈവം അംഗീകരിക്കാത്ത ഈ ഗ്രന്ഥങ്ങളിൽ കൂടി വഴിതെറ്റിയ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് വന്നു. മനസ്സിലായോ? വിശ്വാസം നമ്മൾ പഠിക്കുന്നത് എന്തുവാ? ദ വേ ഓഫ് ഫെയ്ത്ത്, വിശ്വാസമാർഗമാണ് നമ്മൾ പഠിക്കുന്നത്. വിശ്വാസമാർഗം, വിശ്വാസത്താലാണ് രക്ഷ. ചിലര് പഠിപ്പിക്കുന്നത് കർമ്മമാർഗത്താലാണ് രക്ഷ എന്നാണ് പഠിപ്പിക്കുന്നത്. ചാരിറ്റിയിൽ കൂടെ രക്ഷ. നമ്മൾ വിശ്വാസ പ്രമാണത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ദ വേ ഓഫ് വർക്ക്സ്, അത് വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഹാബേലിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഹാബേൽ വിശ്വാസത്താൽ, ബ്രലേഖനത്തിലുണ്ടല്ലോ 14 വിശ്വാസത്താൽ ഹാബേൽ കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അന്നേരം ഉത്തമമായ യാഗം വിശ്വാസത്താൽ. ഇനി നിങ്ങള് കായിനെ ഒന്ന് നോക്കിക്കേ. കായിൻ യാഗം കഴിച്ചു. കായിനെ നിലത്തെ കൃഷിഫലങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ ആ വലിയ കൊട്ടയിലോട്ട് തൂക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരി, തക്കാളി, ഉരുളക്കിഴങ്ങ്, മനസ്സിലായോ? എല്ലാം അവിടെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നേരം എല്ലാത്തിലൂടെയും രക്ഷ കിട്ടുമെന്ന് പറയുന്നാൽ സകല മതങ്ങളും ഒരുപക്ഷെ അതിനകത്തുണ്ടെന്നേ. കായിന്റെ വല്ലംകൊട്ടയ്ക്കകത്ത് സകല മതങ്ങളും ഉണ്ട്. നമ്മൾ സ്വീകരിക്കുന്നത് എല്ലാ മതങ്ങളിൽ കൂടെയും രക്ഷയുണ്ടെന്ന് അവരവര് പറയുക. നമ്മള്
ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു നാമവുമില്ല. വിശ്വാസത്താലാണ് രക്ഷ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മള് സഭ എന്ന പേരിന്റെ നിർവചനം, ദ ഡെഫിനിഷൻ ഓഫ് ദി ചർച്ച്. രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചർച്ച്, ഇംഗ്ലീഷിലെ സഭ എന്ന് പറയുന്നത് ചർച്ച് എന്നാണ്. CHURCH, ചർച്ച്. ഗ്രീക്കിലെ 2 പദങ്ങളുണ്ട്. സഭ എന്നുള്ളതിന് ഗ്രീക്കിൽ 2 പദങ്ങളുണ്ട്. ഒന്നാമത്തെ പദം കുരിയാക്കോൺ, KURIAKON, കുരിയാക്കോൺ. ഇതിന്റെ അർത്ഥം ബിലോങ് ടു ദ ലോർഡ്. ഒന്നുകൂടെ സ്പെല്ലിംഗ് എന്തോ? സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാമോ? കുരിയാക്കോൺ, KURIAKON, കുരിയാക്കോൺ. ബിലോങ്ങിങ് ടു ദ ലോർഡ്, കർത്താവിനുള്ളത്. കർത്താവിനുള്ളത്. ഈ കുര്യാക്കോസ് എന്നൊക്കെയുള്ള പേര് നല്ല പേരാ കേട്ടോ. കർത്താവ് എന്നുള്ള അർത്ഥം വരുവാന്. രണ്ടാമത്തെ ഗ്രീക്ക് വേർഡ് എക്ലീഷ്യ. നമുക്ക് ആ പദം നന്നായിട്ട് അറിയാം. എക്ലീഷ്യ a group of people called together for a purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. Called out body for a special purpose. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ചു വിട്ടു. 1 പത്രോസ് 2:19 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് മറന്നു നോക്കിക്കേ. 2:9 അത് തന്നെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. അന്നേരം സഭയെന്ന് പറഞ്ഞാൽ, അല്ലെ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. എന്താണ് ഉദ്ദേശം? ടു പ്രൊക്ലൈം ദ ഗോസ്പൽ, സുവിശേഷം ഡിക്ലെയർ ചെയ്യുക. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജോലി എന്നാ? ടു സ്പീക്ക് ദ ഗോസ്പൽ എല്ലാവരോടും. കർത്താവ് തന്ന ഗ്രേറ്റ് കമ്മീഷൻ അതല്ലേ? സകല സൃഷ്ടിയോട് പ്രസംഗിക്കണം. അതാണ് അസംബ്ലി ഓഫ് ദി കോൺഗ്രിഗേഷൻ, കൂട്ടം. സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു കൂട്ടം എന്നേ ഉള്ളൂ. എക്ലീഷ്യ എന്നുള്ള പദത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത് സുവിശേഷം വിളംബരം ചെയ്യാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ചർച്ച് ഈസ് കാൾഡ് എക്ലീഷ്യ. പഴയ നിയമസഭയും എക്ലീഷ്യ എന്ന് വിളിച്ചിരുന്നു. ആക്ട്സ് ചാപ്റ്റർ 7:38. പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടോണേ. അപ്പോസ്തല പ്രവൃത്തി 7:38.
ആ സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. മരുഭൂമിയിലെ സഭ, ദ ചർച്ച് ഇൻ ദ വിൽഡർനെസ്. അതേത് സഭയാ? മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് പുതിയ നിയമസഭയല്ല. That is not a Christian church. That is the people of God, people of Israel, the descendants of Abraham. The മരുഭൂമിയിലെ സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനമാണ്. എന്നാൽ പുതിയ നിയമസഭയെ കുറിച്ച് എന്താ? പുതിയ നിയമസഭയെ കുറിച്ച് ആദ്യം നമ്മളിവിടെ കാണുന്നേ, പുതിയ നിയമസഭയെ കുറിച്ച് ബൈബിളിൽ ആദ്യം ഇവിടെ കാണുന്നേ, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. I will build my church upon this rock. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഉണ്ടോ? അന്നേരം അതുവരെ മറന്നിട്ടില്ല. ഐ വിൽ എന്നുള്ള പദം കാണുന്നത്. എന്നാൽ എന്ന് പണിയുമെന്നോ സമയം വെളിപ്പെടുത്തിയില്ല. ജീസസ് ക്രൈസ്റ്റ് ഡിഡ് നോട്ട് റിവീൽ ദ ടൈം ആൻഡ് ഡേറ്റ്. തീയതിയോ സമയം ഒന്നും വെളിപ്പെടുത്തിയില്ല. കർത്താവ് പറഞ്ഞു ഞാൻ പണിയും. ഇന്ന് മരുഭൂമിയിൽ ഓൾറെഡി ഒരു സഭയുണ്ട്, അത് യഹൂദ സഭയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമസഭ യഹൂദ സഭയുടെ പിന്തുടർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ യേശു പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. ഞാൻ പണിയാൻ പോവാ. മനസ്സിലായത്? പഴയ നിയമസഭ എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും എന്തുകൊണ്ടാണ് ഞങ്ങൾ അഹരോന്റെ പൗരോഹിത്യമാണ്, അഹരോന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്? അവരിന്നും പാരമ്പര്യം വിട്ടിട്ടില്ല, പൗരോഹിത്യം വിട്ടിട്ടില്ല. യഹൂദ മതാചാര പ്രകാരമുള്ളതിന്റെ പിന്തുടർച്ചയാണ് പുതിയ നിയമസഭ എന്ന് അവർ പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. പക്ഷെ യേശു അത് തുടക്കത്തിലെ ഖണ്ഡിച്ചു കളഞ്ഞു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. മനസ്സിലായോ? സ്തോത്രം. ജെറുസലേം ടെമ്പിൾ വാസ് നോട്ട് എ ക്രിസ്ത്യൻ ചർച്ച്. ജെറുസലേം ദേവാലയം ക്രിസ്ത്യ സഭയല്ലായിരുന്നു. ആണോ? അത് മനസ്സിലാക്കണ ഒരു വാക്യം എടുത്തു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 1-2. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവൻ ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, അവൻ ദേവാലയം, യെരൂശലേം ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ പറയും എന്ത് നല്ല പണിയാ, എന്താ സൂപ്പർ ആയിരിക്കുന്നു എന്നൊക്കെ അവരങ്ങ് ബൂസ്റ്റ് ചെയ്യുക യെരൂശലേം ദേവാലയത്തെ കുറിച്ച്. ഉടനെ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യും? I will destroy this church. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. ഓർത്തു നോക്കിയേ. അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പൗരോഹിത്യവും പുതിയ നിയമസഭയിൽ പിന്തുടരാൻ പാടില്ല. യേശുവിന്റെ മരണത്തിൽ ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2 ചിന്തപ്പെട്ടു. നമ്മളിപ്പോൾ ആരാ? യേശുക്രിസ്തു എന്ന തിരുശരീരത്തിന്റെ അവയവങ്ങളാ. നമ്മുടെ പ്രമാണം വേറെയാ. മനസ്സിലായോ? പഴയ നിയമസഭയ്ക്ക് 2 ശുശ്രൂഷ ഗ്രൂപ്പേ ഉള്ളായിരുന്നു. ഒന്ന് മഹാപുരോഹിതൻ, മറ്റേത് പുരോഹിതന്മാര്. മഹാപുരോഹിതന് 7 കൂട്ടം വസ്ത്രമുണ്ട്, പുരോഹിതന്മാർക്ക് 3 കൂട്ടം വസ്ത്രമുണ്ട്. പുതിയ നിയമസഭയ്ക്ക്
2 ശുശ്രൂഷ വൃന്ദമല്ല, 5 ശുശ്രൂഷ വൃന്ദമുണ്ട്. അഹരോന്റെ പൗരോഹിത്യത്തിന് പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. അത് തെളിയിക്കുന്ന എഫീസ് ലേഖനം 4:11 എഫീസ് 4:11 അവൻ സഭയിൽ ചിലരെ വായിക്കാം. ഉപദേഷ്ടാക്കൾ. എഫീസ് ലേഖനം 4:11. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നോക്കിക്കേ, പഴയ നിയമ സഭയ്ക്കകത്ത് ഈ ശുശ്രൂഷ വൃന്ദങ്ങളില്ല. സമാഗമന കൂടാരമാണെങ്കിലും യെരൂശലേം ദേവാലയമാണെങ്കിലും അവർക്ക് മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരം, യേശു പണിത സഭ, അവിടെ അവൻ ചിലരെ, എല്ലാരും അല്ല, ചിലരെ അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുള്ള സഭയാണ് പുതിയ നിയമസഭ. പ്രവാചകന്മാരുള്ള സഭയാണ് ഉപദേഷ്ടാക്കന്മാരുള്ള സഭ, ഇടയന്മാരുള്ള സഭ, പിന്നെ സുവിശേഷകന്മാരുള്ള സഭ. വ്യത്യാസം മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള സഭയാണ് ക്രിസ്തീയ സഭ. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ജനസമൂഹവും ദൈവസഭയല്ല. ഒരുപാട് ആള് കൂടുന്നത് കൊണ്ട് അത് കർത്താവിന്റെ ആണെന്ന് പറയാൻ പറ്റിയല്ല. സഭകൾ പലതുണ്ട്. സഭ എന്ന പേര് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. നായർ മഹാസഭ, ചേരമർ മഹാസഭ, പിന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഒരുപാട് പേരുണ്ട്. അതെല്ലാം ക്രിസ്തീയ സഭയാകണം അല്ലല്ലോ. സഭയുടെ തല ക്രിസ്തുവാണ്. സഭയുടെ തല ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അതിന് പ്രമാണം വേറെയാ. മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ വ്യക്തിക്കും പുതിയ നിയമസഭയിലോട് കാലുവെക്കാൻ ഒക്കത്തില്ല. പഴയ നിയമത്തിൽ സ്നാനം പരിപാടി ഇല്ലല്ലോ. സ്നാനം യേശുവിനോട് ചേരാനാ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരാൾ മാത്രമേ പുതിയ നിയമസഭയുടെ അംഗമായി തീരുകയുള്ളൂ. അഹരോന്യ പൗരോഹിത്യ പ്രകാരമുള്ള സഭയ്ക്കകത്ത് സ്നാനമില്ലല്ലോ. എന്തിനേറെ പറയുന്നു, സക്രിയ പുരോഹിതന്റെ മകൻ പുരോഹിതനായിട്ടല്ല തീർന്നത്, യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന യോഹന്നാനാണ്. നമുക്ക് ചരിത്രം അറിയാം. പുരോഹിതന്റെ മകൻ കുപ്പായം അണിയേണ്ടതായിരുന്നു. എന്നാൽ രോമം കൊണ്ടുള്ള ഉടുപ്പ് അവൻ ഇട്ടത്. ഒരു ശുശ്രൂഷ തന്നെ മാറി. ആലയവുമായിട്ടോ പൗരോഹിത്യമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ശുശ്രൂഷ. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ. ദിസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് വിച്ച് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. എന്താ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതാ പറഞ്ഞു കൊടുത്തത്. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? സക്രിയ ഒരിക്കലും യോഹന്നാന് പൗരോഹിത്യം കൈമാറിയിട്ടില്ല. സക്രിയ ഒരിക്കലും യേശുവിന് പൗരോഹിത്യം കൈമാറിയിട്ടില്ല. ചില പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. പാരമ്പര്യ പാട്ടുകൾ അല്ലേ? ആദ്യാചാരിത്യം കൈക്കൊണ്ടവർ അഹരോൻ മൂശ കൊടുത്ത ചില പാട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒടുവിൽ വരുമ്പോ സക്രിയ ആർക്ക് കൊടുത്തു? സക്രിയ യോഹന്നാന് യേശു. ഞാൻ ചോദിക്കട്ടെ, സക്രിയ വേണോ അല്ല യോഹന്നാൻ വേണോ യേശു തമ്പുരാന് ശുശ്രൂഷ കൊടുക്കാൻ? എന്ത് വിഡിത്തരമായി പറയുന്നത്? യേശുവിന് ഉലകത്തിന്റെ ചരിത്രത്തിൽ യേശുവിന് ആരെങ്കിലും ശുശ്രൂഷ കൈമാറൂ? യേശുവിൽ നിന്ന് പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും തരികയും ചെയ്തതെന്നാൽ. ആ പാട്ടൊക്കെ ആരെഴുതി ഉണ്ടാക്കി ദൈവമേ?
എന്തിനുണ്ടാക്കി? പഠിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മുടെ സഭയുടെ പര്യായങ്ങൾ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു. ആര് പ്രാർത്ഥിക്കും? രാജേഷ് മാസ്റ്റർ സൗഖ്യമായിരിക്കുന്നോ? മദ്രാസ് ബിനു പി ചാക്കോ UK സന്തോഷമായിരിക്കുന്നോ? രാജേഷ് മാസ്റ്റർ പ്രാർത്ഥിക്കാമോ? നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം.